കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. KSFE ഗാലക്സി ചിട്ടി. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പ്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ, ഈ സമാധിയായ എന്റെ അച്ഛന്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. നമസ്കാരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറക്കുന്നതിന് സ്റ്റേയില്ല. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ച കോടതി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്നും അന്വേഷണം തടയാനോ നീട്ടിക്കൊണ്ടുപോകാനോ ആകില്ലെന്നും വ്യക്തമാക്കി. കോടതി സ്റ്റേ അനുവദിക്കാതിരുന്നതോടെ സമാധിത്തറ നാളെ പൊളിച്ച് പരിശോധന നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടെങ്കിലും സമാധി എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. സമാധിയിലെ ദുരൂഹത നീങ്ങുമോ? എനിക്കൊപ്പം ചർച്ചയിൽ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM പ്രതിനിധി. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ ഡോക്ടർ TS ശ്യാംകുമാർ, അധ്യാപകൻ, അഡ്വക്കേറ്റ് NG ഗിരീശൻ, കുടുംബത്തെ അനുകൂലിക്കുന്ന ആൾ, വഴയില ഉണ്ണി, ഹിന്ദു ഐക്യവേദി പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ TS ശ്യാംകുമാർ. കേരളം ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത തരത്തിലുള്ള വിചിത്രമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കോടതിയിൽ ആ വിഷയം എത്തുകയും കോടതി എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥകളെന്ന് ഓർമ്മിപ്പിക്കുകയും അതിന് സ്റ്റേ അനുവദിക്കാതിരിക്കുകയും അടിയന്തരമായി തന്നെ അവിടെ പരിശോധിക്കേണ്ടെന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. വിശ്വാസവുമായി ബന്ധപ്പെടുത്തി കുറേ ആളുകൾ എത്തുകയും ആ രീതിയിൽ വിവാദമാവുകയും ചെയ്ത വിഷയമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതുകൊണ്ടും ആരാധനയുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ അല്പം കരുതലോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ട എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാലവിളംബം ഉണ്ടായ കാര്യത്തിൽ ഇപ്പോൾ കോടതി ഇടപെടലോടുകൂടി ആ പ്രശ്നങ്ങൾ തീരും എന്നാണോ മനസ്സിലാക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ കോടതി ഇടപെടലിനെ നോക്കിക്കാണുന്നത്? കോടതി ഇടപെടൽ വളരെ ജനാധിപത്യപരമായ ഒരു നീക്കമായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഇവിടെ വിശ്വാസത്തെ ഒരു ഹിംസാത്മകമായ യുക്തിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ സമാധി അടയുക അല്ലെങ്കിൽ സമാധി ഇരുത്തുക എന്നൊക്കെ പറയുന്നത് ഹിന്ദുമതത്തിലെ സാർവജനീനവും സാർവലൗകികവുമായ ഒരു ചടങ്ങാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. സമാധി എന്ന് പറയുന്നത് ഹിന്ദുധർമ്മത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനകത്ത് 2-3 തരം പ്രശ്നങ്ങളുണ്ട്. കാരണം കോട്ടാൻകോട്ട് ഹിന്ദുമതത്തിലെ മുഴുവൻ ആളുകളും സമാധി അടയുന്ന ഒരു സവിശേഷത ഇല്ല. പൊതുവെ സന്യാസിമാരെന്നും ഒക്കെ പറയുന്ന ആളുകള് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒക്കെ തന്നെ മരിച്ചു കഴിയുമ്പോൾ അവരെ സംസ്കരിക്കുന്ന ഒരു ചടങ്ങിന്റെ പേര് തന്നെ സമാധി ഇരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പഴയ ഗ്രന്ഥങ്ങൾ, പതഞ്ജലിയുടെ യോഗസൂത്രം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ശൈവ സാധകന്മാരായിട്ടുള്ള ആളുകളെ അവരുടെ അന്ത്യേഷ്ടി ഉൾപ്പെടെയുള്ള സംസ്കാര കർമ്മങ്ങളെ പറ്റി പരാമർശിക്കുന്ന ശൈവാഗമങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചാൽ അറിയാം ഇത് വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടേണ്ട ഒരു ആചാരാനുഷ്ഠാന ക്രമമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മാലോകർക്ക് അറിയാൻ കഴിയാത്ത ഒരു സവിശേഷ സാഹചര്യം നിലനിൽക്കുന്നത്. എന്താണ് അവിടെ ഉണ്ടായെന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. എവിടെയാണ് ഒരു സമാധിയുടെ ചടങ്ങുകൾ ഇത്രയും ഗുഹ്യതരമായി നടത്തപ്പെടുന്നത്? ഇത്രയും രഹസ്യമായിട്ട് നടത്തപ്പെടേണ്ട സാഹചര്യം എന്താണ്? തന്നെയല്ല, സമാധി അടഞ്ഞു എന്ന് പറയുന്ന ആരാണ് അതിന്റെ സാക്ഷി എന്ന് പറയുന്നത്? സമാധി ഇരുത്തൽ ചടങ്ങിന് അതിൻ്റെതായ ചടങ്ങുകളുണ്ടല്ലോ, സമാധി ചടങ്ങുകൾ. ശരി, സമാധി ഇരുത്തി എന്ന് നമുക്ക് വാക്കാൽ അംഗീകരിക്കാം. അവർ പറയുന്നത് വാക്കാൽ വിശ്വസിച്ചാൽ എന്ത് തരം ചടങ്ങുകളാണ് സമാധിക്ക് അവിടെ നടത്തിയത്, എന്ത് തരം മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് സമാധി നടത്തിയത്, അതിന്റെ ഹോമങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തിയിരുന്നോ
ഇത്യാദി ധാരാളം ചോദ്യങ്ങളൊക്കെ അവിടെ ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ ചർച്ചയിലില്ല. കേവലം വിശ്വാസം എന്ന് പറയുന്ന ഉടൻ തന്നെ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സമാധി ഇരിക്കാൻ പോയ ആള്, ഇത് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് കണ്ണു കാണാൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് ഞാനൊരു വാർത്താ ചാനലില് അവരുടെ നാട്ടുകാരൻ തന്നെ, ഈ സമാധി അടഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നാട്ടുകാരൻ തന്നെ പറയുന്ന ഒരു വാർത്തയാണ് കണ്ടത്. അദ്ദേഹത്തിന് കണ്ണു കാണാത്ത ആളായിരുന്നു എന്ന് പറയുന്നു. ഞാനങ്ങനെ അവകാശപ്പെടുന്നില്ല, മറിച്ച് വാർത്തയിൽ കണ്ടൊരു കാര്യം ഇവിടെ പങ്കുവെച്ചു എന്ന് മാത്രം. പക്ഷേ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം സമാധി അടയുന്നതിന് മുമ്പ് പ്രഷറിന്റെ മരുന്ന് കഴിച്ചു, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിനുള്ള ഇൻസുലിനും എടുത്തിട്ടാണ് സമാധി അടയാനായി പോയത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സമാധി അടയാൻ പോകുന്ന ഒരാള് പ്രഷറിന് മരുന്നുമൊക്കെ കഴിച്ച് ഷുഗറിന്റെ മരുന്നുമൊക്കെ കഴിച്ചിട്ടാണോ സമാധി അടയാൻ പോകുന്നത്? അത് തന്നെ നമ്മള് ഹിന്ദുധർമ്മം അനുസരിച്ച് ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? ഹിന്ദുധർമ്മം അനുസരിച്ച് ഒരാൾക്ക് സമാധി അടയാൻ പാടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ധർമ്മം അനുസരിച്ച് തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധി അടയാൻ പോകുന്ന ആൾ എന്തിനാണ് ഷുഗറിന് മരുന്ന് കഴിക്കുന്നത്? സമാധി അടയാൻ പോകുന്ന ആൾ എന്തിനാണ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നത്? കാരണം സമാധി അടയുക എന്ന് പറയുന്നത് ആള് സർവസംഘ പരിത്യാഗിയാണ്. അദ്ദേഹം ലോകത്തോട് എല്ലാ തരത്തിലും വൈരാഗ്യം വന്നു കഴിഞ്ഞു, ലോകത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിത്യാഗം വന്ന ഒരാൾ സ്വന്തം ശരീരത്തെ കൂടി ഉപേക്ഷിച്ചിട്ടാണല്ലോ സമാധി അടയുക എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തം ശരീരത്തെയും സ്വന്തം ആഗ്രഹങ്ങളെയും സ്വന്തം മോഹങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തി എന്തിനാണ് പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് കഴിച്ചിട്ട് സമാധി അടയാൻ പോകുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഉന്നയിക്കാത്തത്? ഈ ചോദ്യം ഉന്നയിക്കണ്ടേ? അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം സമാധി അടയുന്ന ശ്വാസം ഇങ്ങനെ ഓരോ മൂലാധാരം, മണിപൂരകം, അനാഹതം എന്നിങ്ങനെ ഓരോ ഷഡ്ചക്രങ്ങളും ഭേദിച്ച് ഏറ്റവും മുകളിലേക്ക് വന്നപ്പോൾ ഭയങ്കര തേജസ് ഉരുണ്ടുകൂടി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ ഇത്രയും കാലം ആർജിച്ചു എന്ന് പറയുന്ന ശാസ്ത്രബോധത്തെ, നമ്മുടെ സാമാന്യമായ യുക്തിയെ നിരസിക്കുന്ന ഒന്നല്ലേ? കാരണം ഇതുവരെ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് ശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് കേരളത്തിൽ. അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ ശാസ്ത്ര പണ്ഡിതന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഇതുവരെ ആരും സർജറി ചെയ്തിട്ട് ഒരു ഡോക്ടർമാരും ശരീരം ശസ്ത്രക്രിയ ചെയ്തിട്ട് മണിപൂരകവും അനാഹതവും കുണ്ടലിനിയും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരം കഥകൾ പറഞ്ഞ് മനുഷ്യ സമൂഹത്തെ വഴിതെറ്റിക്കുകയും ഇത്തരം വിശ്വാസ കഥകൾ പറഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരായി ഒരു യുദ്ധം നടത്താമെന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭയാനകമായ ഒരു കാര്യം. വിശ്വാസത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇവിടെ ഭരണഘടനയ്ക്കെതിരായി യുദ്ധം നടക്കുന്നത്. കാരണം അടിസ്ഥാനപരമായി മരണപ്പെട്ട വ്യക്തിക്കും അല്ലെങ്കിൽ സമാധി അടയപ്പെട്ട, അവരങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചതെന്ന്. അത് ആ സമാധി പീഠം എന്ന് പറയുന്ന സംഗതി തുറന്നു പരിശോധിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാൻ കഴിയും. എന്ത് തന്നെയും ആകട്ടെ, ഈ പറയുന്ന ആ പൗരനൊരു അവകാശമില്ലേ? മരണപ്പെട്ട ആൾക്കൊരു അവകാശമില്ലേ? ആ പൗരാവകാശത്തെ നമ്മൾ എന്തിനാണ് റദ്ദ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നമുക്കറിയണ്ടേ? അദ്ദേഹത്തെ കാണാനില്ല. മരിച്ചു എന്ന് പറയുന്ന ആൾക്കാർ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമല്ലോ, അതിനൊരു സാക്ഷി ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി ഇന്ന് ചോദിച്ചത് എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന്. അപ്പൊ ഇതൊന്നുമില്ലാതെ ഒരാൾ സമാധി അടഞ്ഞു എന്ന് പറയുന്നതോടുകൂടി അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറും. നോക്കൂ, കേരളം എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നാളെ ഒരിക്കൽ ആരെയെങ്കിലും ഇത്തരത്തിൽ കൊല ചെയ്തിട്ട് സമാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചോദ്യം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഭരണഘടനയ്ക്കെതിരായ ഒരു യുദ്ധമാണ്. ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിനെതിരായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ തീർച്ചയായും അതാണ് നമ്മളുടെ ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യം എന്ന് താങ്കൾ സൂചിപ്പിച്ചു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ ചേരുകയാണ്. സനന്ദൻ, എന്നെ കേൾക്കാമോ? കേൾക്കാം. സനന്ദൻ, നിങ്ങൾക്ക് മാനസികമായി വലിയ വിഷമമുള്ള ഒരു ഘട്ടമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്, ഇതുവരെയുള്ള വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അവിടെ എന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, മനുഷ്യരായ ആർക്കും ഏറ്റവും വേണ്ടപ്പെട്ട പിതാവിൻ്റെ മരണം നടന്നു, അതിനുശേഷം പിന്നീട് മൃതദേഹം പുറത്തെടുത്തൊരു പരിശോധന എന്നൊക്കെ പറയുന്നത് വളരെ വൈകാരികമായ വിഷമമുള്ള ഒരു ഘട്ടമാണ് എന്ന് എനിക്ക് മനസ്സിലാകും. എങ്കിലും ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. ഇന്ന് കോടതി കാര്യങ്ങൾ
വിശദീകരിച്ചതോടെ, എന്താണ് സാഹചര്യം എന്നത് വിശദീകരിച്ചതോടെ നിയമ നടപടികളുമായി സഹകരിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണോ? ഹലോ, കേൾക്കാമോ? ഞാൻ ചോദിച്ചത് കേട്ടോ? കേൾക്കാം. ഇന്ന് നമ്മുടെ ഹൈക്കോടതിന്റെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് സാറ് എറണാകുളത്ത് പോയിരുന്നു. പിന്നെ ഇതിന്റെ മറുപടി കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചായിരുന്നു, അപ്പൊ ഇതിന്റെ മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേ ഇല്ല എന്നത് മനസ്സിലായല്ലോ അല്ലേ? കട്ടായി. ഫോൺ കട്ടായി എന്നാണ് തോന്നുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് സനന്ദനിലേക്ക് വീണ്ടും എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സമാധി തന്നെയാണ് അച്ഛന് സംഭവിച്ചത് എന്നത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ എന്താണ് അവരുടെ നിലപാട്, ഇനി മറ്റെന്തെങ്കിലും നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ വരാം അദ്ദേഹത്തിലേക്ക്. ഡോക്ടർ ശ്യാംകുമാർ വീണ്ടും തുടരുകയാണ്. ഡോക്ടർ ശ്യാംകുമാർ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് തന്നെ പറയാം, വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് അവിടെ ആ സംഭവമുണ്ട്. അതിൽ ഒരു വിഭാഗം ഈ പറഞ്ഞാൽ എന്താണ് ഇവർ പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഈ കുടുംബം പറയുന്നത്. ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള പല വേർഷൻസ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ ഏറെ വിഭിന്നമായിട്ടുള്ള കാര്യമാണ്. നാട്ടിലെ നിയമ സംവിധാനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്തവരാണോ ഇവർ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ അനുകൂലിക്കാൻ വലിയൊരു വിഭാഗം അവിടെ രൂപപ്പെടുകയാണ്. ഹിന്ദു ഐക്യവേദിയുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ മകൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ സംഘടനകൾ അതിനെ പിന്തുണച്ച് അവിടെ എത്തുന്നു. ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റുന്നു. മതപരമായ വിഷയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മറുപടി പറയാൻ, ചാനൽ ചർച്ചകളിൽ പോലും മറുപടി പറയാൻ മടിച്ചു നിൽക്കുന്നു. പോലീസ് നടപടിക്രമങ്ങൾക്ക് വന്നിട്ട്, ജില്ലാ ഭരണകൂടവും വന്നിട്ട് അവർ തിരിച്ചു പോകുന്നു, കാത്തിരിക്കുന്നു, ഇവർക്ക് കോടതിയിൽ പോകാൻ അവസരം കൊടുക്കുന്നു. അവിടെ നിന്ന് സ്റ്റേ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു മാറി നിൽക്കാം എന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പുരോഗമന സമൂഹം എന്ന് പറയുന്നിടത്താണ് ഇത്തരം വേർഷൻ ഓഫ് വിശ്വാസം പറയുന്നവരെ അനുകൂലിക്കാൻ ആളുകളും അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ നമ്മുടെ സംവിധാനവും തയ്യാറാകുന്നത്. അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായി കാണേണ്ടത് ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന ആശയം എഴുതി ചേർക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ശാസ്ത്രീയ മനോവൃത്തിയും ശാസ്ത്രീയ ചിന്താഗതി, അതായത് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതചര്യയായി, ജീവിത ബോധ്യമായി മാറിത്തീരണം എന്നതാണ് ഭരണഘടന ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. പക്ഷെ നമ്മുടെ സമൂഹം ആ ഒരു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് പുതിയ സംഭവമൊന്നും അല്ല. കാരണം നരബലി നടന്നൊരു നാടല്ലേ നമ്മുടെ നാട്. നരബലി നടന്ന നാടാണ് നമ്മുടെ നാട്. ദിവസവും മന്ത്രവാദം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ധാരാളം വിശ്വാസത്തിന്റെ പേരിലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം അരങ്ങേറുന്നു. വിശ്വാസത്തിന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചടങ്ങുകൾ അടങ്ങിയത്. അതുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ സംഭവിക്കുന്ന ഒരു പുതിയ സംഭവമായിട്ടേ കാണുന്നില്ല. കേരളത്തിനുള്ളിൽ കുറെ കാലമായിട്ട് ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു സംഭവം അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മുടെ സ്റ്റേറ്റ് ഇടപെടേണ്ട ഒരു കാര്യമല്ലേ, ഒരു പൗരാവകാശ പ്രശ്നമല്ലേ, ഇതൊരു പൗരപ്രശ്നമല്ലേ. ഒരാൾ മരിച്ചു, അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റേറ്റിന് അറിയണമല്ലോ. ആ സ്റ്റേറ്റിന് അറിയുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അതിന് സംരക്ഷണം ഏർപ്പെടുത്തുന്നത്, ഫോറൻസിക് സംഘം അവിടെ എത്തുന്നത്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ആ പൗരൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊരു പൗരാവകാശ പ്രശ്നം ചർച്ച ചെയ്യുന്നേ ഇല്ല, പകരം വിശ്വാസ പ്രശ്നം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. വിശ്വാസം ശരിയായിക്കോട്ടെ, വിശ്വാസം ഇന്ത്യൻ ഭരണഘടന ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മതവിശ്വാസം പബ്ലിക് മൊറാലിറ്റിക്ക് എതിരാകാൻ പാടില്ല. വിശ്വാസം ഹിംസാത്മകമായ യുക്തിയിലേക്ക് കടന്നു പോകാൻ പാടില്ല. അങ്ങനെ പബ്ലിക് മൊറാലിറ്റിയെ, പബ്ലിക് ഹെൽത്തിനെ ലംഘിക്കുന്ന ഒന്നായി ഏത് മാറാൻ പാടില്ല, ഇത്തരം വിശ്വാസങ്ങൾ മാറാൻ പാടില്ല. നോക്കൂ, അദ്ദേഹം സ്വാഭാവികമായിട്ടാണ് സമാധി അടഞ്ഞെന്ന് കരുതുക.
പക്ഷേ അങ്ങനെ കരുതാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അതിന് തെളിവുകൾ വേണമല്ലേ? അതിന് തെളിവൊന്നും തന്നെ ഇല്ല. ഇദ്ദേഹം സമാധി അടഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ മക്കൾ പറയുമ്പോഴാണ് നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അറിയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, നമുക്ക് തെളിവ് നിയമമുള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം, സാക്ഷി അധിനിയമമുള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടേ? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് 2 മക്കളും കൂടെ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകുമോ അദ്ദേഹത്തിന്റെ പിതാവ് സമാധി അടഞ്ഞു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വരാൻ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം വീണ്ടും ഉന്നയിക്കുകയാണ്. അപ്പോ ഏതൊരു സുപ്രഭാതത്തിലും ആര് വേണമെങ്കിലും സമാധി അടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും, അതൊരു വിശ്വാസ പ്രശ്നമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭരണഘടനാ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത തന്നെ നമുക്ക് കൈമോശം വരുന്ന അവസ്ഥാവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുക. ഇങ്ങനെ വന്നാൽ നമ്മുടെ രാഷ്ട്രതന്ത്രം തന്നെ, രാഷ്ട്രത്തിന്റെ ശരീരം തന്നെ സമ്പൂർണമായിട്ട് തകരുകയും വിശ്വാസത്തിന്റെ പേരിൽ എന്ത് ഹിംസാത്മകതയും കാട്ടിക്കൂട്ടാൻ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സമൂഹം വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ്. അതാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രബോധം വളർത്തുക എന്നത് മൗലിക കർത്തവ്യമായിട്ടുള്ള ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു നാട്ടിലാണ് ഇത് നടക്കുന്നത് എന്നതാണ്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇത് പോലീസ് അവിടെ എത്തി തിരിച്ചു പോകേണ്ടുന്ന, പോലീസ് മാത്രമല്ല ആർഡിഒ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസം. കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇതുവരെയുള്ള ഈ ലാഗൊക്കെ മാറി ഉടൻ തന്നെ ഇതിൽ പരിശോധനകൾ ഉണ്ടാകുമോ? അതാണോ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭരണഘടന അനുശാസിക്കുന്ന, ഈ നാട് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തരവാണ്. ഞാൻ ആ ഉത്തരവ് കണ്ടിട്ടില്ല, കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കാനും കാണാനും സാധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം ആ കുടുംബം വിശ്വാസത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ഭ്രമത്തിലേക്ക്, ആ ഒരു ലോകത്തിലേക്ക് പെട്ടപ്പോൾ അവരെ ശരിയും ശാസ്ത്രീയതയും പറഞ്ഞ് മനസ്സിലാക്കാനോ നീതിന്യായ വഴിയിലേക്ക് അവരെ ശരിയായ വിധം സഞ്ചരിപ്പിക്കാനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ, ഞാൻ വളരെ ഫ്രാങ്കായി തന്നെ പറയുന്നു, രാഷ്ട്രീയ നേതൃത്വം അടക്കം അവർ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടി അവിടെ വന്നു നിന്ന് കൂട്ടമായി വളരെ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും ആ മക്കൾ ഉയർത്തിയിട്ടുള്ള വിചിത്രമായ വാദഗതിക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് കോടതി ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ സഹപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിചിത്രമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നൊക്കെ സാധാരണയായി നാട്ടിൻപുറത്ത് പറയുന്ന അതേ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഈ മക്കൾ ആവർത്തിച്ച് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ പോലീസും ജില്ലാ ഭരണകൂടവും വളരെ തികഞ്ഞ അവധാനതയോടുകൂടിയാണ് ഈ കാര്യത്തെ സമീപിച്ചത്. തികഞ്ഞ അവധാനത എന്ന് പറയുമ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടായി എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടത്. കുറച്ച് ആൾക്കൂട്ടം ഉണ്ടായി, അവർ ഒരു വിശ്വാസത്തിന്റെ പേരിൽ യുക്തിക്ക് നിരക്കാത്തത് വിളിച്ചു പറഞ്ഞപ്പോൾ പേടിച്ച് പിൻവലിയുകയായിരുന്നു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും ഒരാൾ വരാനോ പറയാനോ തയ്യാറായിട്ടില്ല. അത് CPM-ന്റെ ആയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടേതായാലും പേടിയാണ്. ഈ വിഷയം എങ്ങനെ ഡെവലപ്പ് ചെയ്യും, വോട്ട് എങ്ങനെ മറിയുമോ എന്നൊക്കെയുള്ള വിഷയത്തിൽ പേടിച്ച് ശങ്കിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭരണഘടനയിൽ എന്ത് പറഞ്ഞാലും പുറമേക്ക് എന്ത് പറഞ്ഞാലും എല്ലാവർക്കും പേടിയാണ്. അത് ന്യൂസ് 8-ന്റെ വെർഷനാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ CPM പ്രതിനിധികൾ ഇന്നലെയും ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ വളരെ കൃത്യമായി സംഭവം ഉണ്ടായ ദിവസം ഇത് ആദ്യം ചർച്ച ചെയ്ത ചാനലാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അവസാന നിമിഷം ഗസ്റ്റുകൾ പിന്മാറുകയായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് അവസാന നിമിഷം പിന്മാറിയതാണ്. ആ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അല്ല, അതെങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവിടെ ആദ്യം ചെന്നത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. അവരെ ഒറ്റ തിരിഞ്ഞ് ജാതി പറഞ്ഞ്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന, അവർ ജനിച്ചുപോയ മതം പറഞ്ഞ് അവരെ ആക്രമിക്കാനാണ് അവിടെ കൂടിയ സംഘപരിവാരത്തിൻ്റെ വിവിധ സംഘടനകളിലെ പ്രവർത്തകർ ആദ്യം തയ്യാറായിട്ടുള്ളത്. അവർക്കെതിരായിട്ടാണ് പ്രകോപനപരമായ മുദ്രാവാക്യം
അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം തന്നെ അവിടെ വളരെ ശ്രദ്ധാപൂർവം പോലീസ് നിരീക്ഷിക്കുകയും ജില്ലാ ഭരണകൂടവുമായി ദൈനംദിനം ബന്ധപ്പെടുകയും ആ ദൈനംദിന ബന്ധപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഏതൊരു സാമാന്യമായി നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം, കോടതിയിൽ പോയാൽ മറിച്ചൊരു വിധി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ അതിനുള്ള അവസരം കൊടുത്ത് കാത്തിരുന്നു എന്നതാണ് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അവിടെ നടക്കുന്നതെന്നാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. അത് കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കാത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മകൻ സനന്ദൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സനന്ദൻ, കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നാളെ അധികൃതർ കല്ലറ, നിങ്ങൾ സമാധി എന്ന് വിളിക്കുന്ന ആ കല്ലറ പൊളിക്കാൻ വന്നാൽ അതിനോട് സഹകരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, പൊളിക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ ഹിന്ദു ക്ഷേത്രത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തിൽ എൻ്റെ അച്ഛൻ സമാധിയായത് ഈ ക്ഷേത്രത്തിന് സമീപത്തടുത്താണ്. ഈ സമാധിയെ തുടർന്ന് മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയായിരുന്നു. സനന്ദൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമൊന്നും അവിടെ നേരിട്ടില്ല. അതാ ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം മാഡം. ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം. ഏകദേശം 4 വർഷത്തിന് മുന്നേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഞങ്ങളുടെ അത് വസ്തുവിൽ തന്നെ നാഗരുടെ പ്രതിഷ്ഠ അമ്പലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാഗർ പ്രതിഷ്ഠ അമ്പലത്തിനടുത്ത് തന്നെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിമിന്റെ അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു. ഈ മുസ്ലിമിന്റെ വസ്തുവിനെ പറ്റി ഏകദേശം 4 വർഷം കൊണ്ട് തർക്ക വിഷയത്തിലേക്കാണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പോയി പറഞ്ഞു. കോടതി എന്താ പറഞ്ഞേ? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോ കോടതി പറഞ്ഞ എന്താ? ഈ മരണം എങ്ങനെ നടന്നു എന്നത് അറിയണം എന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ്, അത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനോട് സഹകരിക്കുക അല്ലാണ്ട് വേറെ മാർഗമുണ്ടോ? ഞാൻ ഇനി പറഞ്ഞു തരാം. ഇത് മരണമെന്ന് പറയാനായിട്ട് ഇത് മരണമല്ല, ഇത് സമാധിയാണ്. ഇത് സമാധിയാണ്. മരണമെന്ന് പറയാനായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. ഇത് സമാധിയാണ്. എന്റെ അച്ഛൻ കാവി മുണ്ടാണ് ധരിക്കുന്നത്, കാവി ഷർട്ടാണ് ധരിക്കുന്നത്, രുദ്രാക്ഷം അണിയുന്നവനാണ്. മരുത്തമലയിലെ ആശ്രമമുണ്ട്, അത് അയ്യാ വൈകുണ്ഠർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ശിവൻകോവിൽ പണിതിട്ടുള്ളത്. 30 വർഷത്തിനകത്ത് തന്നെയാണ് ഇതിന്റെ പഴക്കമുള്ളത് ഈ ക്ഷേത്രത്തിന്. അതൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്ന് അതിലൊരു പരാതി ഉണ്ടായാൽ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എന്താണ് ഈ നാട്ടിലെ നിയമമെന്നോ അത് അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നോ മനസ്സിലാകുന്നില്ലേ? അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? അത് അനുസരിക്കുകയല്ലാതെ മാർഗമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോ നിക്കണം മേഡം, ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആദ്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് വിട്ടു തരണം. കാര്യം എന്ന് പറയുമ്പോൾ ഈ 4 വർഷത്തിന് മുന്നേ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് മുസ്ലിങ്ങൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കളക്ടർ ഓഫീസിൽ പരാതി പോയിട്ടുണ്ട്. ആ 4 വർഷത്തിന് മുന്നേ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ആ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ സമാധിയായ സമയത്ത് സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം മുസ്ലിങ്ങളാണ് ഈ ക്ഷേത്രത്തെ ആക്രമിക്കാനായിട്ട് കയറിയത്. അത് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് ആ മുസ്ലിംകാർ ശ്രമിച്ചിട്ടുള്ളത്. ശ്രീ സനന്ദൻ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് തന്നെ ഇരിക്കുക.
അത് വേറെ വിഷയമാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അച്ഛന്റെ സമാധി എന്ന് നിങ്ങൾ പറയുന്ന ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് അറിയണം, സ്റ്റേറ്റിന് അറിയണം. അപ്പോൾ പറയുകയാണ്, കോടതിയിൽ വരെ നിങ്ങൾ പോയിട്ടും പറയുകയാണ് ഇത് എങ്ങനെ നടന്നു, ഇതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ, എവിടെ, മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണ്ടേ എന്ന് കോടതി പറയുകയാണ്. നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? മക്കൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ പോലും സംശയം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾക്ക് അതിൽ വ്യക്തത വരണമെന്ന് തോന്നുന്നില്ലേ? മേഡം, ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ സമാധിയാകുന്നതിന് തൊട്ടു മുന്നേ 3 ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3 ദിവസത്തിനത് സമാധിയാവും എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം അച്ഛനും അനുജനും ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഋഷിപീഠത്തില് ധ്യാനത്തിന് പോണം എന്ന് അനുജനോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അനുജനോട് പറഞ്ഞു, ഞാന് ഇന്ന് സമാധിയാവും എന്നും അനുജനോട് അച്ഛൻ പറഞ്ഞിരുന്നു. ധ്യാനത്തിന് ഇരുന്ന് സമാധിയാകും എന്ന് അനുജനോട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നു അതൊക്കെ, പക്ഷേ നിങ്ങൾ പറയുന്നത് പൊതുസമൂഹത്തിൽ വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല. അല്ല മേഡം, എനിക്ക് പറയാനുള്ള കുറച്ച് അവസരങ്ങൾ തരണം. പറഞ്ഞോളൂ കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള ഒരു അവസരം തരണം. ഇതിവിടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വസ്തു തർക്കം വന്ന സമയത്ത് തന്നെയാണ് ഈ നമ്മുടെ വാർഡ് മെമ്പർ അജിതയുടെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ അച്ഛൻ ധ്യാനത്തിനിരിക്കുന്ന ആ സ്ഥലം ഒരിക്കലും വഴിക്ക് വിട്ടുകൊടുക്കില്ലെന്നും ഈ വയസ്സാകുന്ന സമയത്ത് എനിക്കിവിടെ സമാധിയാകാനുള്ള സ്ഥലമാണെന്നും അവരെടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരുത്വമലയിൽ സമാധി ചടങ്ങിനും പോകുന്ന ഒരാളാണ്. അങ്ങനെ ആഗ്രഹം ഏതെങ്കിലും തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ, അതിന് സാക്ഷികളില്ലല്ലോ. ഇപ്പോ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഈ സമാധാനപരമായിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഈ ശിവന്റെ അമ്പലത്തിൽ എന്റെ അച്ഛൻ സമാധിയായതിനെ തുടർന്ന് ഈ ചെറിയൊരു പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റിയത് മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തെ പൊളിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഇതിലാണ് മുസ്ലിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതിൽ 99% ഇവിടെ വേണ്ടാതിനം, അതായത് ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറിയത് മുസ്ലിങ്ങളാണ്. അത് മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. കാര്യം ഞങ്ങളുടെ ഏരിയയിലുള്ള ആളുകൾ പോലും അല്ല, എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. ശരിക്കും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി ശ്രീ സനന്ദൻ, അതൊക്കെ വേറെ വിഷയമാണല്ലോ. ഇപ്പോ ഇതില് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേഡം, ഒരു മിനിറ്റ് എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞങ്ങള് 3 ദിവസം ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് ഇരുന്നത്. 3 ദിവസം ഒറ്റപ്പെട്ടിട്ടാണ് ഇരുന്നത്. അപ്പോഴൊക്കെ ഈ മുസ്ലിങ്ങള് ക്ഷേത്രത്തിൽ വന്ന് അതിക്രമിച്ച് കയറി അത് ഇതുവരെ പൊളിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടാതീനൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അത് ഇന്ന സമയമൊന്നുമില്ല, രാത്രി 8 മണിയായാലും അവർക്ക് വിഷയമില്ല, അവര് അത് വന്ന് കയറി. ഇപ്പോ ഞാൻ പറയണ കേൾക്കണം മേഡം, ഞാൻ ഇനി പറയണ കേൾക്കണം. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. പിന്നെ ഹലോ, ഞാൻ ഇതും കൂടെ പറഞ്ഞ കേൾക്കണം. ഇപ്പൊ ഇതില് ഞാൻ പറഞ്ഞ കേൾക്കണം മേഡം. ഇതിലിപ്പോ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും ഈ ക്ഷേത്രത്തിന് അനുകൂലമായിട്ട് തെറ്റും ശരികളും മനസ്സിലാക്കിയിട്ട് അവര് ഞങ്ങളെ വന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. അതിനുശേഷം ഇപ്പൊ മുസ്ലിങ്ങള് ഇപ്പൊ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു വരുന്നില്ല. സനന്ദൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കോടതി ഇത് സ്റ്റേ ചെയ്യാത്ത കോടതിയുടെ നിലപാട് വന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടോ? ഹിന്ദു ഐക്യവേദി പറഞ്ഞത് അവരുടെ ആവശ്യം നോട്ടീസ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോടതി എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ നടന്നോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നില്ലെന്നും പറഞ്ഞു.
കേൾക്കാമോ സനന്ദൻ? പറഞ്ഞത് കേൾക്കാമോ? കേൾക്കാം. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്നോട് പറഞ്ഞത് ഇതിൽ നോട്ടീസ് നിങ്ങൾക്ക് നൽകണമെന്നതായിരുന്നു. BSDPയുടെ നിലപാട് നിങ്ങൾക്ക് നോട്ടീസ് നൽകണമെന്നതായിരുന്നു. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവരൊന്നും അവർ പറയില്ല. അതങ്ങനെ അവർ പറയില്ല. ഹിന്ദു ഐക്യവേദി അങ്ങനെ പറയില്ല, ഹിന്ദു സംഘടനയും അങ്ങനെ പറയില്ല. ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കോടതി ഉത്തരവുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കോടതി ഉത്തരവ് വന്നില്ലല്ലോ. കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. നാളെ കല്ലറ പൊളിക്കാൻ അധികൃതർ നീങ്ങുന്നു എന്നതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇല്ല, അങ്ങനെ വരാൻ അങ്ങനെ വരൂല. അല്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ സംരക്ഷിക്കുക എന്നത് ഹിന്ദു ഐക്യവേദിയുടെയും മേൽക്കോടതികളെ എങ്ങാനും സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഹിന്ദു സംഘടനയുടെയും ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ശരിയും തെറ്റും ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനയും അവർ തീരുമാനിക്കും, ശരിയും തെറ്റും. അവരുമായിട്ട് നിങ്ങൾ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് അവർ പറയുന്നത്? അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഞങ്ങളടുത്ത് എല്ലാ ഹിന്ദു ഐക്യവേദിയുടെ ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുകയാണ്. അവർ പറഞ്ഞത് നോട്ടീസ് കൊടുക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെ നിലപാട്. ബാക്കിയൊക്കെ പറയുന്നത് കുടുംബാംഗങ്ങളല്ലേ, അതിന്റെ ഉത്തരവാദിത്വം അവർക്കില്ലെന്നാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞെന്നാണ് പറയാമോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അവർ തീരുമാനിക്കും, ഹിന്ദു ഐക്യവേദി പറഞ്ഞു എന്നൊക്കെ. ഈ മുസ്ലിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തില് അതിക്രമിച്ച് കയറിയത് ശരിയാണെന്നാണോ പറയുന്നത്? ഇപ്പോൾ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയണം. അദ്ദേഹത്തിന്റെ മരണം, നിങ്ങളുടെ അച്ഛന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് അറിയണം. അതിൽ പരാതിയുണ്ട്, അതിന്റെ അന്വേഷണം നടക്കണം. അതുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് മരണമല്ല, സമാധിയാണ്. നാളെയും ഇനി ആരെങ്കിലും അധികൃതർ അവിടെ പൊളിക്കാൻ വരുമ്പോ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള സമാനമായ സിറ്റുവേഷൻ ഉണ്ടാക്കാനാണോ ശ്രമം? കേൾക്കാമോ? അതെനിക്കറിയില്ല. ശരി, എന്തായാലും ഒരു തരത്തിലും കറക്റ്റ് തീരുമാനങ്ങളൊന്നും വന്നില്ലല്ലോ. ശരി, എന്തായാലും കോടതി സ്റ്റേ ഇല്ല, കോടതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെ കല്ലറ പൊളിക്കാനുള്ള നീക്കം ജില്ലാ ഭരണകൂടം നടത്തുന്നു. ഞാൻ ഒരു കാര്യം കേട്ടെ, കോടതി പറഞ്ഞ മനസ്സിലായില്ലെന്ന് അങ്ങനെ പറയരുത്. കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിയത് ശരിയാണോ മുസ്ലിങ്ങള്? സനന്ദൻ, അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല സനന്ദൻ, ഈ അവസരത്തിൽ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക. ഈ അച്ഛന്റെ മരണം സംബന്ധിച്ച് ഒരു സംശയം ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ഒരു മരണം ഉണ്ടായാൽ അതിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം, എങ്ങനെയാണ് മരണം ഉണ്ടായതെന്ന് ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ, ഇനി ഇപ്പോൾ കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ടും അതൊന്നും മനസ്സിലാകാത്തതാണോ? എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഇതിപ്പോ അച്ഛന്റെ കർമ്മം ചെയ്യുക എന്നതാണ് മക്കള് ചെയ്യേണ്ടത്. അച്ഛൻ പറഞ്ഞ വാക്ക് ഞങ്ങൾ അനുസരിച്ച് അച്ഛന്റെ കർമ്മം മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് സമാധിയാകുന്നതിന് 3 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞു, 3 ദിവസത്തിന് മുന്നേ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ സമാധിയാകുന്നത്. ഓക്കെ സനന്ദൻ, പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം അതല്ല. അവിടെ ഒരു സംശയം ഉണ്ടായാൽ ഇങ്ങനെ നടക്കണം. ഈ നിയമം പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മനസ്സിലാകുന്നില്ലേ? മേഡം, ഞാൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസരമാണ്. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇത് അച്ഛൻ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കള് ഞാൻ സമാധിയാവണ സമയത്ത് എന്റെ കർമ്മങ്ങള് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരാണ്. എന്റെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം
നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അച്ഛന്റെ വിശ്വാസം അതുകൊണ്ടാണ് അച്ഛന്റെ വാക്ക് ഞങ്ങൾ മക്കളല്ലേ കേൾക്കണം. ശരി, അദ്ദേഹത്തിന്റെ മകനാണ് സംസാരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു. അതാണ് ആദ്യ ദിവസം മുതൽ അവർ പറയുന്ന ന്യായം. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അമ്മയ്ക്കും അറിയാവുന്നതാണ്. ഓക്കെ, ശരി, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. നാളെ ഇനി അധികൃതർ എത്തിയാലും സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. മറ്റതിഥികളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോപൻ സ്വാമി വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ആ കുടുംബത്തിന്റെ ഇളയ മകന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴും സമാധി എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി അധികൃതർ എത്തിയാലും നടപടികളോട് സഹകരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് നാളെ കല്ലറ പൊളിച്ചുള്ള പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നിടത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് കരുതിയിരുന്ന ഇടത്ത് നാളെ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഈ സനന്ദനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയസേനെയൊന്നും ഈ കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. അവർ പറയുന്ന ആ സ്ലാബിനകത്ത് അവരുടെ പിതാവ് സമാധി ആയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ട ആളിനെ അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ. അത് വരുന്നത് വരെ, ആ വസ്തുത വരുന്നത് വരെ നമ്മളൊരു മുൻവിധിയിൽ പോവാതെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം, രാത്രി മരണപ്പെട്ടയാളാണ്. ആ തൊട്ടടുത്ത അയൽവാസികളെയോ ഇവർ പറയുന്ന കൗൺസിലർ ശ്രീമതി അജിതയെയോ, അജിത അറിയുന്നത് തന്നെ, അജിത തന്നെ ബൈറ്റ് നൽകിയിട്ടുണ്ട്. രാവിലെ 9:30 ശേഷമാണ് അജിത ഈ മരണവിവരം പോലും അറിയുന്നത് എന്നാണ് അജിത പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ വന്നുകൂടിയ ആദ്യം അവിടെ എത്തിച്ചേർന്ന സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകർ ഇവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയായിരുന്നു. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ സനന്ദൻ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് പോലും അദ്ദേഹം കൽപ്പിക്കുന്നത് പുല്ലുവിലയാണ്. കാരണം ആ രൂപത്തിലാണ് ആ കുടുംബത്തെ ഫീഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. അവരെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി ഇവിടെ നിലനിൽക്കുന്ന ലാൻഡ് ഓർഡർ സിസ്റ്റത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. ഇത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ക്രൈമാണ്. കൂടുതൽ ഇതിനകത്ത് ഈ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ക്രൈമിനകത്തേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ അവരെ തെറ്റായ ദിശയിലേക്ക് ആദ്യഘട്ടത്തിൽ നയിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇതിലൊന്നാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ബുദ്ധി കുറഞ്ഞവൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ്റെ അവസാനത്തെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. അതാണ് ഇവിടെ വളരെ പ്രകടമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ പേരെയും വർഗീയവാദികളായി ചിത്രീകരിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ മതത്തെ, തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ആക്രമിക്കാൻ എത്തിച്ചേരുന്നവരാണ് എന്ന തെറ്റായ ധാരണ അവരുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയൊരു കാലം കൊണ്ടോ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ തിരോധാനമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള വിഷയം. ആ സ്ലാബിനകത്തുള്ളത് അദ്ദേഹമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ആദ്യത്തെ ഉദ്യമം. അത് കഴിഞ്ഞ് അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുതാപരമായ പരിശോധന, ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ. ആ വസ്തുതയ്ക്ക് പിന്നാലെയാണ് നമ്മുടെ അടുത്ത ചർച്ചകൾ സംഘടിപ്പിക്കേണ്ടത്. അതിനു മുൻപ് ഈ കുടുംബത്തെ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ ബോധ്യപ്പെടുത്തൽ, അവർക്ക് നിയമോപദേശം നൽകുന്ന ആളുകൾ, അവർക്ക് ആദ്യഘട്ടത്തിൽ പ്രകടമായി നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അണിനിരന്നിട്ടുണ്ട് എന്ന തെറ്റായ സന്ദേശം നൽകിയവർ, അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ യഥാർത്ഥ പ്രതികൾ. തീർച്ചയായും. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, വിശ്വാസത്തിൻ്റെ ഏത് തലത്തിൽ നിന്നിട്ടാണ് ആ കുടുംബാംഗങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. നമ്മൾ പുരോഗമന സമൂഹമെന്ന് അഹങ്കരിക്കുന്നവരാണ്. അവർക്കിടയിൽ തന്നെയാണ് ഈ വിശ്വാസം പേറുന്നവർ ഇപ്പോഴും ഉള്ളത്. അതും ഈ നൂറ്റാണ്ടിൽ ആ കോടതി ഉത്തരവ് വന്നതിന് ശേഷവും ഞങ്ങൾ ഒന്നിനെയും അനുസരിക്കില്ല എന്നവർ പറയുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ നിയമ സംവിധാനത്തെക്കുറിച്ചൊക്കെയുള്ള ബോധ്യത്തിൽ നിന്ന് വരുന്നതല്ല, അതിര് കടന്ന വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് തോന്നുന്നു. മാത്രവുമല്ല, സമാന രീതിയിൽ ഞങ്ങളും ഒക്കെ സമാധി ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തി 2-3 ദിവസമായി അതിൻ്റെ വാർത്തകൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് ഇത്
ആദ്യ സംഭവം അല്ല എന്ന തരത്തിൽ കൂടിയൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് ഇത് സംബന്ധിച്ച് ഉടനീളം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പുരോഗമന സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ വളരെയധികം ഖേദിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് പറയാതെ വയ്യ. എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ്. ഞാനിവിടെ ചർച്ച ചെയ്യാൻ മറ്റു ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പരിശോധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് ഒന്ന്, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ചില സംഘടനകളാണ് എന്നുള്ള പ്രസ്താവന എത്രമാത്രം ഭയാനകമാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു പറയുന്ന വേളയിൽ. നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന നീതിന്യായ കോടതികളുണ്ട്, പോലീസ് ഉൾപ്പെടെയുള്ള വ്യവസ്ഥാക്രമങ്ങളുണ്ട്. നമുക്ക് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു നിയമ വ്യവസ്ഥിതിയുള്ള രാജ്യമല്ലേ. ആ എഴുതി തയ്യാറാക്കപ്പെട്ട നിയമവും വ്യവസ്ഥിതിയും അനുസരിച്ചാണ് നീതി നടപ്പിലാക്കേണ്ടതും ശരിതെറ്റുകളും തീരുമാനിക്കേണ്ടതും സാമൂഹ്യ ധാർമ്മികതകൾ തീരുമാനിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഇവിടെ വളരെ പെട്ടെന്ന് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ചില പ്രത്യേക സംഘടനകളാണ് എന്ന് വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കഠിനമായ വെല്ലുവിളിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രമാത്രം ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ പ്രസ്താവനകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പറയുകയല്ല, മറിച്ച് ഇത്തരം ക്രമങ്ങളിൽ, ഇത്തരം വിശ്വാസക്രമങ്ങളിൽ എത്തിപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെയും നമ്മുടെ ഭരണഘടനയെയും എല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് വിചാരിക്കത്തക്ക രീതിയിൽ മനുഷ്യരെല്ലാം പ്രജകളായി മാറുകയും പൗരര് എന്നുള്ള നില മറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. രണ്ട്, ഇതൊരു നമ്മൾ നോക്കൂ, ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന്റെ മരണം എന്തായിരുന്നു? സമാധി എന്ന് പറയുന്നു, ശരി, എന്തുമാവട്ടെ. പക്ഷെ അദ്ദേഹം ഇവിടെ അഡ്വക്കേറ്റ് സുരേഷ് ഉന്നയിച്ചതുപോലെ അദ്ദേഹത്തിന് അതൊരു തിരോധാനമാണ് ഇവിടെ വിഷയം. അദ്ദേഹത്തെ കാണാനില്ലാത്തൊരു വിഷയമാണ്. ഇവര് മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു സമാധിക്ക് ഒരു ഋഷികീടം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യക്തി എവിടാ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ കണ്ടെത്തലും അതിനെ തുടർന്നുള്ള നിയമപ്രക്രിയകളും വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇതൊരു മുസ്ലിങ്ങൾ ക്ഷേത്രം ആക്രമിച്ച പ്രശ്നമാക്കി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വിഷയത്തെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉന്നയിക്കാനുള്ള ചോദ്യം, മുസ്ലിങ്ങൾ ഈ ക്ഷേത്രം ആക്രമിച്ചുവെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിനെ മുമ്പിൽ അത് സംബന്ധിച്ച് കേസുകൾ കാണുമല്ലോ. ആ കേസുകളുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ സത്യത്തിൽ എന്താണ്? ഇവിടെ ഒരു അനാവശ്യ പ്രശ്നമാണ്. മുസ്ലിങ്ങൾ സമാധി അടയുന്നു എന്ന വിഷയം, അതിലെ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട് എന്ന വിഷയം ഉന്നയിക്കുമ്പോൾ മുസ്ലിങ്ങൾ ക്ഷേത്രം ആക്രമിച്ചു എന്ന് പറയുന്ന അത്ര ലളിതമായ യുക്തിയല്ല. കാരണം നമ്മുടെ കേരളത്തിലെ സവിശേഷ സാഹചര്യം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മുടെ സമൂഹം വളരെയധികം ഇസ്ലാമോഫോബിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മുസ്ലിമിനെ കുറ്റവാളിയായി ഒരു മുസ്ലിമിനെ പ്രതിയാക്കിയാൽ നമ്മുടെ സമൂഹം വളരെ നോർമലായിട്ട് അത് ആ ആശയത്തെ സ്വീകരിക്കുന്ന നിലയിലേക്ക് അത്രമാത്രം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രം ആക്രമിച്ചെങ്കിൽ ഇവർക്ക് പരാതി കൊടുക്കാമല്ലോ. അത്തരം പരാതികള് നിലവിൽ പോലീസിലുണ്ടോ? പോലീസ് എന്താണ് അത്തരം കാര്യങ്ങളിൽ ചിലർക്ക് നടപടി എന്താണ്? അതൊക്കെ സ്റ്റേറ്റ് പറയേണ്ട ചില കാര്യങ്ങളാണല്ലോ. തന്നെയല്ല ഇവിടെ ഉന്നയിച്ച ഒരു പോയിന്റ് നമ്മൾ എന്നെ പറയാൻ അനുവദിക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസ പ്രശ്നം ഇല്ല. ഇതൊരു വിശ്വാസ പ്രശ്നമായിട്ടാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ വിശ്വാസ പ്രശ്നം ഇല്ലല്ലോ. ശരി, അദ്ദേഹം സമാധി അടങ്ങി, അതൊരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ അവർക്ക് അവരുടെ വിശ്വാസമുള്ള രീതിയിൽ കല്ലറയിൽ അടക്കുകയോ മറ്റെന്ത് കാര്യങ്ങളും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അങ്ങനെ കല്ലറയിൽ തന്നെ അടക്കുകയോ മറ്റു രീതിയിൽ ദഹിപ്പിക്കുകയോ അങ്ങനെ പലതരം ശവസംസ്കാര ചടങ്ങുകളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇത് ആരും അറിയാതെ വളരെ നിഗൂഢമായി രഹസ്യമായി ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതില്ലേ? ഒരു പൗരാവകാശ പ്രശ്നമല്ലേ ഇത്?
അപ്പൊ അത്തരം ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് വിശ്വാസ പ്രശ്നമാണെന്ന് പറയുന്നത് യുക്തി എന്താണ്? ഇവിടെ യാതൊരു വിധത്തിലുള്ള വിശ്വാസ പ്രശ്നം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ വിശ്വാസം എന്ത് ചെയ്യരുത്? പബ്ലിക് മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ പബ്ലിക് ഹെൽത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ പബ്ലിക് ഹെൽത്തിനെ അട്ടിമറിക്കുന്ന രീതിയിൽ, പബ്ലിക് മൊറാലിറ്റിയെ അട്ടിമറിക്കുന്ന രീതിയിൽ അത് വരാൻ പാടില്ല, മാറിത്തീരാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു മുസ്ലിം പ്രശ്നമാക്കി വർഗീയവൽക്കരിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഇവിടെ ഒരു മുസ്ലിം പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇദ്ദേഹത്തെ കാണാനില്ലാത്തൊരു പ്രശ്നമാണ്, അദ്ദേഹത്തെ എന്ത് സംഭവിച്ചു എന്നുള്ള പ്രശ്നമാണ്. ആ പ്രശ്നമാണ് നമ്മളിവിടെ അന്വേഷിക്കേണ്ടത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇവിടെ ഇപ്പോൾ മറ്റ് ചില വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ മുതൽ അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർ വിശ്വസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അത് നമ്മുടെ സാമാന്യ യുക്തിക്കൊന്നും നിരക്കുന്നതല്ല. നാളെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നിയമം എന്താണോ അത് അതിൻ്റെ വഴിക്ക് പോകും എന്നതാണ്. അപ്പോൾ വളരെ വൈകി നടത്താൻ പറ്റുന്ന പരിശോധനകളല്ല. ഇപ്പോൾ കോടതി പോലും അത് സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള വളരെ ജാഗ്രതയോടുള്ള ഇടപെടൽ ഒക്കെ ആവശ്യമായി വരുന്നു. ഇത് ഇവരുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഒരു തലത്തിൽ നിന്നുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു തരത്തിലും ഇത് ദുരുപയോഗപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ പെടുത്തുന്നില്ല ഈ സാഹചര്യം എന്ന് ഉറപ്പാക്കേണ്ടുന്ന ജാഗ്രത കൂടിയില്ലേ? നമുക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരാളിനും പറയാൻ വേണ്ടിയിട്ടില്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശ്രീ വഴയില ഉണ്ണി, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ആ കുടുംബത്തിനെ വിശ്വാസത്തിലെടുക്കണം, അവിടെ നോട്ടീസ് നൽകണം, അവരെ കൂടി കേട്ടതിന് ശേഷമേ നടപടികളിലേക്ക് നീങ്ങാവൂ എന്നത് പറഞ്ഞിരുന്നവരാണ്. വിശ്വാസത്തിൻ്റെതായ വിഷയം ഇതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കോടതി നടപടികൾക്ക് ശേഷം ഹിന്ദു ഐക്യവേദിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? കേൾക്കാമോ ശ്രീ വഴിയിൽ ഉണ്ണി? കേൾക്കാമോ എന്നെ? ഇല്ല, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. താങ്കൾക്ക് തുടരാം. മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്കുള്ള മറ്റൊരു കാര്യവും തന്നെ ഇതിനകത്ത് കൂടുതലായി ആഡ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ സ്വാഭാവികമായി ഉണ്ടായ വഴിത്തർക്കങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതാണ്. അതിനവിടെ പോലീസുണ്ട്, മറ്റ് മാർഗങ്ങളുണ്ട്, അവയിലൂടെയൊക്കെ തന്നെ പരിഹരിക്കാം. ഇത്തരത്തിലൊരു പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10-75 വയസ്സായി അവിടെ ജീവിച്ച് അവിടെ ആ പ്രദേശവുമായി ഇഴയടുപ്പമുള്ള ഒരു മനുഷ്യൻ്റെ തിരോധാനം സംഭവിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം ഇലന്തൂരിലെ മനുഷ്യക്കുരുതി, അവിടെ നടന്ന ആ സംഭവത്തെ പോലും ഈ രൂപത്തിലേക്ക് വിശ്വാസത്തെയോ അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെടുത്തി വക്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പിന്നിൽ പോലും കേരളത്തിൽ ആളുകൾ കൂടും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ വന്ന് എനിക്കറിയാം CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതുപോലെ തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ, കൗൺസിലർമാർ, അങ്ങനെ നിരവധി ആളുകൾ അവിടെ വന്നു ചേർന്നു. ആ വന്നു ചേർന്ന ആളുകളിലെ അവരുടെ ജാതിയെയും മതത്തെയും അങ്ങനെ തരംതിരിച്ച് അവരവിടെ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വന്നവരാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി. അത് ആ സ്ഥലത്ത് ഒരു വർഗീയ സംഘർഷമുണ്ടാക്കി അതിൽ ഈ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും വസ്തുതയിൽ നിന്നും നോട്ടം തിരിക്കുക എന്നുള്ളതാണ് അതിന് പിന്നിലെ ശരി. നമുക്ക് ഒപ്പം അഡ്വക്കേറ്റ് NG ഗിരീഷൻ കൂടി ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രതിഷേധങ്ങൾ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. നേരത്തെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എത്തിയത് ലേറ്റായാണ്. അഡ്വക്കേറ്റ് NG ഗിരീഷൻ, കോടതി പറയുകയാണ് അവിടെ ആ വീട്ടിൽ നടക്കാൻ പോയത് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ്, മരണ സർട്ടിഫിക്കറ്റ് ഇല്ല, മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന് കരുതേണ്ടി വരും, അവിടെ ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടികൾ മാത്രമാണെന്ന്. താങ്കൾക്ക് നേരം വെളുത്തോ? വളരെ പരിണിതപ്രജ്ഞന്മാരായുള്ള ന്യായാധിപന്മാരാണ് ഇന്ത്യൻ ജുഡീഷ്യറി ഉള്ളത്. അവർ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ കിട്ടുന്ന തെളിവുകളുടെയും വാദമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലെത്തുക. എത്രത്തോളം ഫലപ്രദമായി ഈ കുടുംബത്തിൻ്റെ വാദമുഖങ്ങൾ കോടതി മുമ്പാകെ അവതരിപ്പിക്കുവാൻ
കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. വലിയ വാദമൊന്നും നടന്നില്ല. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അവന്റെ നടപടികൾ നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ ലൈൻ. സ്വാഭാവികം കോടതിയുടെ തീരുമാനം വന്നാൽ ആ കോടതിയുടെ തീരുമാനത്തെ ധിക്കരിക്കുക എന്നത് ഒരു ലാ അബൈഡിങ് സിറ്റിസനെ സംബന്ധിച്ച് ഒരിക്കലും നടക്കേണ്ട കാര്യമല്ല. പക്ഷേ ഒരു ഹയർ, ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച് ഹയർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പ്രശ്നം എത്തിക്കേണ്ടതായിരുന്നു. എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഇനി നാളെ ഇപ്പോൾ അവിടെ ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം നടപടികളുമായി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സമരമുഖത്തായിരുന്നല്ലോ. ഇനി നാളെ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അങ്ങോട്ടേക്ക് പോകുമോ? അല്ല, സമരമുഖത്തായിരുന്നില്ല. ഈ ഒരു കുടുംബത്തിൻ്റെ നീതിപൂർവമായ ഒരു സ്റ്റാൻഡിന് അനുസരിച്ച് നിന്നു. ഞാൻ ആകെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, RDO ഓർ എനി അതോറിറ്റി ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തെയും കേൾക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഏറ്റവും അത്യാവശ്യമാണ്. ഈ കുടുംബത്തെ കേട്ടിട്ടില്ല, അവരുടെ വാദങ്ങൾ കേട്ടില്ല, ഒന്നുമില്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് RDO എടുത്തത്. എന്നെ സംബന്ധിച്ച് RDO എടുക്കേണ്ടിയിരുന്നത് രണ്ട് ഭാഗവും കേൾക്കണം. 1, 2, 3 അങ്ങനെ പോയിന്റ്സ് അവർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. ഇന്ന് കോടതിയിൽ അവരുടെ പെറ്റീഷൻ സമർപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവരവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോടതി ചോദിച്ചത് എവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നല്ല. മാഡം, ഞാൻ പറഞ്ഞോട്ടെ, എന്ത് കാര്യം മനസ്സിലാകാതെ ഏതെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കോടതി ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണല്ലോ ഇന്ന് ചോദിച്ചത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമായി കരുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറ്റ് നടപടികൾ ഉണ്ടാകണം എന്ന് കോടതി പറയുന്നത് ആ കുടുംബത്തെ കേട്ടിട്ടാണല്ലോ. ഗോപൻ സ്വാമിയുടെ തിരോധാനമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ആൻസർ ബഹുമാനപ്പെട്ട വക്കീൽ എനിക്കൊന്ന് പറഞ്ഞു തന്നു. ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. ഇതിലെ തിരോധാനം അല്ലെ മാൻ മിസ്സിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്നലെയാണെന്ന് തോന്നുന്നത് RDO മറ്റും വന്നിരുന്നത്. മാൻ മിസ്സിംഗ് ആണെങ്കിൽ RDOയും ഫോറൻസിക് വിദഗ്ധയും അതുപോലെ തന്നെ സർജനും അതുപോലെ തന്നെ ആംബുലൻസും മോർച്ചറിയും എല്ലാവരും അവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ മാൻ മിസ്സിംഗ് അല്ല വിഷയം. അവിടുത്തെ വിഷയം എന്താണ്? ഈ വ്യക്തി സമാധിയായോ മരിച്ചോ കൊന്നുകുടിച്ചോ കൂടി, ഇതാണ് ഇവിടെ സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മാൻ മിസ്സിംഗേ ഇല്ല. ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് അലിഗേഷൻസ് റേസ് ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ അതിന്റെ പരിശോധനയ്ക്കായാണ് അധികൃതർ അവിടെ എത്തിയത്. ആ സമാധിയിൽ അവർ അവിടെ ഉണ്ടെന്നാണല്ലോ മക്കൾ പറയുന്നത്. ഓൺ പോയിന്റ് മോർ മാഡം, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അലിഗേഷൻസ്. ആ അലിഗേഷൻസ് റേസ് ചെയ്ത് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഒരു സമയത്ത് ഞാൻ ചോദിച്ചു. വികാരാധീനായിട്ട് ചോദിച്ച സന്ദർഭം എന്ന് പറയുന്നത് വയോധികയായിട്ടുള്ള ആ അമ്മയെ, ഭർത്താവിന്റെ ദേഹവിയോഗം എങ്ങനെയോ സംഭവിച്ചെന്നിരിക്കട്ടെ, ആ അമ്മയെ വലിച്ചഴിച്ച് പോലീസ് കൊണ്ടുവന്ന് കണ്ടപ്പോൾ ദേഹവിയോഗം സംഭവിച്ചോ എന്ന് ആർക്കറിയില്ല. അവർ പറയുന്നതേ നമുക്കറിയാം. ദേഹവിയോഗം സംഭവിച്ചോ എന്ന് തീർപ്പുണ്ടോ? താങ്കൾക്കറിയാമോ? താങ്കൾക്ക് നമുക്ക് ഉറപ്പില്ല, നമുക്കറിയില്ലല്ലോ. കുടുംബം പറയുന്നത് നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ കുടുംബം പറയുന്നത് നമ്മൾ കേൾക്കുന്നു. വയോധികയായിട്ടുള്ള അമ്മയെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും ഈ അലിഗേഷൻ റേസ് ചെയ്തവർ ഇവിടെ ഉണ്ടോ? ആ മരണത്തിൽ ദുരൂഹതയുള്ളവരുണ്ടോ? അല്ല, അവരെ വലിച്ചു പോയതല്ല. ആ കല്ലറയിൽ പരിശോധനയ്ക്കായി അധികൃതർ എത്തിയപ്പോൾ അവിടെ അവർ വന്നിട്ട് അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവരാണ് അങ്ങോട്ട് എത്തിയത്. ആരും അവിടെ നിന്നാണ് പിന്നീട് നീക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. അഡ്വക്കേറ്റ് NG ഗിരീശൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ആ കുടുംബത്തിന് വേണ്ടി വാദിച്ച് അവിടെ അന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബത്തിനെ അറിയിക്കേണ്ടത് അറിയിച്ചു. കുടുംബം കോടതിയിൽ പോയി, കോടതി ഇടപെടുന്നില്ല, സ്റ്റേ ഇല്ല. അപ്പോൾ ഇനി നടപടികളുമായി അധികൃതർക്ക് മുന്നോട്ട് പോകാമോ? താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങളെങ്കിലും ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമോ? ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോഴും സനന്ദൻ പറഞ്ഞത് പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികം കോടതിയുടെ ഒരു ഉത്തരവ് വന്നാൽ അതിനെ ലംഘിക്കുന്ന വിധത്തിലുള്ള തീരുമാനത്തോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ ആ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ സ്റ്റാൻഡിൽ നിയമം നടപ്പിലാക്കണ്ടേ? നിയമം എല്ലാവർക്കും ബാധകമല്ലേ? നിയമം എല്ലാവർക്കും ബാധകമാണ്. ഈ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് വീണ്ടും ഒരു പുനഃപരിശോധന ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഡിസിഷനാണ് ഇത്. ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ കോടതി പരിഗണിക്കേണ്ടതായുള്ള എല്ലാ വിഷയങ്ങളും കോടതി മുമ്പാകെ എത്തിയിട്ടില്ല. എന്തായാലും അവര് നിയമ നടപടികൾ തുടരുമെന്ന കാര്യം പറഞ്ഞില്ല, പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമാണ് കുടുംബം പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്റെ സമയം പൂർണ്ണമായും അവസാനിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തിരോധാനവും മരണകാരണവും കണ്ടെത്തണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം? തിരോധാനവും മരണകാരണവും കണ്ടെത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല.
തിരോധാനം എന്നുള്ള വിഷയം അവിടെ ഇല്ല, മാൻ മിസ്സിംഗ് ഇല്ല, എല്ലാവർക്കും ബോധ്യം ഉണ്ടാ കല്ലറക്കാത്തോണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ടെന്ന് പറയരുത്. ആർക്ക് അത് ബോധ്യമുണ്ട്? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയിലൂടെ എന്തെങ്കിലും പറയല്ല. ആർക്കും ബോധ്യമില്ലെങ്കിൽ ഈ RDOയും ഈ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അപ്പോ ഈ എല്ലാ ഫോഴ്സും അവിടെ വരേണ്ട കാര്യമില്ല. ഈ മെയിൻ മിസ്സിംഗ് അന്വേഷിച്ച് അടക്കുകയല്ലേ ചെയ്യട്ടെ, ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. അവിടെ ഉണ്ട് എന്ന് അവരുടെ മക്കൾ പറയുമ്പോൾ അവിടെയല്ലേ ആദ്യം പരിശോധന നടത്തേണ്ടത്. നൽകിയാണ് ആ പാവപ്പെട്ട എന്റെ നിയമോപദേശ പ്രകാരം അല്ല, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ തെറ്റായ നിയമോപദേശമാണ് ആ കുടുംബത്തെ ഇന്ന് വഴിയാധാരമാക്കി തെരുവിൽ നിർത്തി. എനിക്ക് പറയാനുള്ളത്, എൻ്റെ നിയമോപദേശ പ്രകാരമാണ് ഹൈക്കോടതിയിൽ എത്തിയെങ്കിൽ ആ കുടുംബത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതിനും അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസത്തെങ്കിലും സ്റ്റേ വാങ്ങിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുടുംബത്തിന്റെ വികാരങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ താഴെ മാത്രമാണ്, അതിനപ്പുറത്തല്ല. ശരി ശരി ശരി, എന്റെ സമയം പൂർണ്ണമായും അവസാനിച്ചതുകൊണ്ടാണ് എല്ലാ അതിഥികൾക്കും ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.